ഇന്ന് ആലപ്പുഴയിൽ നിന്ന് കൊച്ചിക്ക് ഒരു ഡ്രോപ്പുണ്ട്. അപ്പം ഞാൻ വീട്ടിലായിരുന്നു. വീട്ടിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വെളുപ്പിനെ അവിടെ എത്തണം. ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തണമെന്ന് വിചാരിക്കുന്നു. 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തണം. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പം മണിമല എത്തി. ഞാൻ കുറച്ച് ഡീസലൊക്കെ അടിച്ചിട്ടുണ്ട്. 1000 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. അപ്പോൾ 1000 രൂപയ്ക്ക് ഡീസൽ അടിച്ചത് നേരെ AC റോഡ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. എപ്പം വേണേലും മഴ പെയ്യാം. കുറച്ച് കഴിയുമ്പോൾ മഴക്കാരൊക്കെ മാറിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി. പുള്ളിക്കാരത്തി വിട്ടു. പുള്ളിക്കാരത്തി പോയി. അങ്ങനെ ഞാൻ ഇനി നേരെ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ യൂബർ പോലെയും ഓണാക്കണമെന്നുണ്ട്. ട്രിപ്പ് കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മൾ സ്ഥിരം ഓടാത്തതുകൊണ്ട്. പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇനി നേരെ റാപ്പിഡോയും ഊബറൊക്കെ ഓണാക്കി ഇടണം. അങ്ങനെ ഓണാക്കിയിട്ടുണ്ട്. ഞാൻ 500 രൂപ ഊബറിന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ക്യാഷ് ട്രിപ്പ് തടഞ്ഞു വെച്ചേക്കുക. അപ്പം ക്യൂ ആണിത് കേട്ടോ. 86-90. അപ്പോൾ റാപ്പിഡോയും ഓണാക്കിയിട്ടുണ്ട്. രാത്രിയായിട്ടും ഏകദേശം ട്രിപ്പ് അടിക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഓടാത്തതുകൊണ്ടായിരിക്കും ട്രിപ്പ് അടിക്കാത്തത്. പിന്നെ മൈനസോടെ കിടക്കുമല്ലേ, അതുകൊണ്ട് ട്രിപ്പ് അടിക്കാൻ പാടാണ്. അങ്ങനെ രാത്രിയായിട്ടും ട്രിപ്പ് അടിക്കുന്നില്ല. അന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു. മഴയൊക്കെ പെയ്ത് തോർന്നിങ്ങനെ നിൽക്കുകയാണ്. നല്ല മഴയായിരുന്നു. വണ്ടിക്കകത്ത് കിടന്ന് ഉറക്കമായിരുന്നു ഞാൻ. അങ്ങനെ 11:15 ട്രിപ്പ് അടിക്കുന്നില്ല. 11:15 ആയി. അങ്ങനെ പിന്നെ കുറച്ച് നേരം കിടക്കാമെന്ന് വെച്ചു. അങ്ങനെ കിടന്നു. അങ്ങനെ രാവിലെ കുളിച്ച് റെഡി ആയിട്ടുണ്ടേ. ഇന്നത്തെ ദിവസം ഊബർ അടിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ ആയപ്പോഴത്തെ ക്യൂ ഒക്കെ തള്ളിപ്പോയി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനുള്ള പോക്കാണ്. അപ്പോൾ ശരവണഭവനിൽ പോയി ഇഡ്ഡലി കഴിച്ചു. നല്ല മഴയായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴയായിരുന്നു കേട്ടോ. അങ്ങനെ എയർപോർട്ട് എത്താണിയായപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടാണ് കാണുന്നത്. ഒരു ബൈക്കുകാരൻ ഇടിച്ച് കളഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് മാറി കിടക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ പോയത് ടയർ മാറാനാണ്. ടയർ നൂല് കളിഞ്ഞിരിക്കുകയായിരുന്നു. നാളെ ഒരു പാക്കേജ് ഉണ്ട് 2 ദിവസത്തെ. മൂന്നാർ കയറിപ്പം ടയർ വല്ലതും പൊട്ടിപ്പോയാലെന്ന് ഓർത്ത് അങ്ങനെ ഞാൻ ടയർ മാറാൻ ടയർ കടയിൽ വന്നാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് വളരെ ശോകം ഓട്ടമായിരുന്നു.